യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു നിർത്തിയൊരു ഭാഗം മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. ആദ്യം 32 വായിച്ചിട്ട് 34. ഇവയൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ഇതൊന്നും നിങ്ങൾ ലോകത്തിലെ വിഷയം ഒന്നും ഓർത്ത് എന്ത് ചെയ്യണ്ട, ഭാരപ്പെടണ്ട. ഇതാരാണ് അന്വേഷിക്കുന്നത്? പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ആരാണ് അന്വേഷിക്കുന്നത്? പറയാന്നേ ആയിപ്പോവാ. അയ്യോ, ജാതികൾ ഈ പള്ളികളുടെ ഒക്കെ ഫ്രണ്ടിൽ ചെന്നിരുന്നിട്ട് മെഴുതിരി കത്തിച്ച് പറയുന്നതിനേക്കാൾ വലിയ വലിയ വിഷയങ്ങളാണ് ദൈവമക്കൾ പിടിച്ചു വെച്ച് ലിസ്റ്റ് വെച്ച് ഉപവാസം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അതിന് സഭ പ്രൊമോട്ട് ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥനകൾ അതിനൊരു വേദിയായി തീരുന്നു. പ്രാർത്ഥനാ സമയങ്ങൾ, കാത്തിരിപ്പ് യോഗങ്ങൾ, വിഷയങ്ങൾ മുഴുവൻ ദൈവദാസൻ അതിനെ അങ്ങ് ഹൈലൈറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാർ പറഞ്ഞു കൊടുക്കണം, ഇതാരാ അന്വേഷിക്കുന്ന ഈ വക കാര്യങ്ങളൊക്കെ. വലിയ വ്യത്യാസമുണ്ട് ദൈവമക്കളെ ജാതികളും ദൈവമക്കളുമായിട്ട്. അവരുടെ ഉള്ളിൽ ലോകത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ഏത് സമയത്തും പിശാചിനെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു ദുരാത്മാവ് വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ഏതാ? പരിശുദ്ധാത്മാവ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. വെളിച്ചത്തിൻ്റെ ആത്മാവും ഇരുട്ടിൻ്റെ ആത്മാവും ഇവ തമ്മിൽ എന്ത് ബന്ധം? വിശ്വാസികളും അവിശ്വാസികളുമായിട്ട് എന്ത് ബന്ധം? ആ വാക്യത്തിൽ പറയുന്നത് എണ്ണയില്ലപ്പണക്ക് ഉള്ളെന്ന് പറഞ്ഞിട്ട് ദേ ഹാവ് വാട്ട് റിലേഷൻഷിപ്പ് ഡു ദേ ഹാവ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ ചോദിക്കുന്നത്. എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. ഈ വെളിച്ചവും ഇരുട്ടുമായിട്ട് കലർന്ന ഒരു പകുതി പരുവം നിങ്ങൾക്കറിയാം? അങ്ങനെ ഇല്ലല്ലോ. ഒന്നീ വെളിച്ചം അല്ലെങ്കിൽ ഇരുട്ട്. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത് അതുമായിട്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളതോർത്ത് എന്ത് ചെയ്യേണ്ട? മാർത്തയും മറിയയുടെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചില്ലേ? മാർത്ത ഒത്തിരി കാര്യങ്ങൾ വിചാരപ്പെട്ടു. കർത്താവ് എന്തോ പറഞ്ഞു, മറിയെ നോക്ക്. നല്ല അംശം. ഒരു കാര്യം, നല്ല വഴി തിരഞ്ഞെടുത്തു. ഒന്നേ ഉള്ളൂ, ഒന്നും മതി. എന്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് കർത്താവ് അവിടെ പറഞ്ഞു. പരിശുദ്ധാത്മാവ് വീണ്ടും സഭയോട് പറയുന്നു. 34-ാമത്തെ വാക്യം കൂടി വായിച്ചേ. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. ആരെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർ വിചാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പരിശുദ്ധാത്മ വ്യക്തമാക്കുക. ജാതികളാണ് അന്വേഷിക്കുന്നത്, ജാതികളാണ് അതിനെപ്പറ്റി വിചാരപ്പെടുന്നത്, പ്ലാൻ ചെയ്യുന്നത്. പണിയണ്ടെന്നല്ല, പണിയെടുക്കണ്ടെന്നല്ല എൻ്റെ അർത്ഥം. നല്ല പോലെ അധ്വാനിക്കണം. പക്ഷെങ്കിൽ അധ്വാന ഫലം ഒക്കെ അത് എങ്ങനെയായി തീരണമെന്ന് തീരുമാനിക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അല്ലാതെ ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ആത്മീയ ഭൗമ്യ മുൻപോട്ടുള്ള ഓരോ വിഷയത്തിൻ്റെ നമ്മുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ ആരാണ് എടുക്കേണ്ടത്? നമ്മളല്ല. ജീവിതം ആർക്ക് കൊടുത്തു? മറന്നുപോയോ? ജീവിതം രക്ഷിക്കപ്പെട്ടപ്പോൾ ഇനി തൊട്ട് ആർക്ക് വേണ്ടി ജീവിച്ചോളാം എന്ന് പറഞ്ഞു. ഇനി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആരെ പ്രസാദപ്പെടുത്തുവാനാണ്? കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിക്കുവാനായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ കണ്ടു, ഇവിടെ എല്ലാം ജാതികളാണ് അന്വേഷിക്കുന്നത്. അത് നമുക്ക് വേണ്ട എന്ന്. തിരിച്ച് നമ്മുടെ 4-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിലും പറയുന്നത് പരിശുദ്ധാത്മാവ് ഇവിടെ എല്ലാം എന്ത് എഴുതിയിരിക്കുന്നു? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങനെയുള്ളവർക്കാണ് 7-ാമത്തെ വാക്യം സമാധാനത്തിൻ്റെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം. എവിടെയെങ്കിലും നമ്മുടെ ബുദ്ധി ഒന്ന് ഉപയോഗിച്ചാൽ കെട്ടുപോകുന്നത് എന്തുവാ? കുറേ ഭാരം, ടെൻഷൻ. ഇതെൻ്റെ പ്ലാനല്ലേ, പിന്നെ ഞാൻ തന്നെയാണ് ഭാരം ചുമക്കുന്നത്. ദൈവത്തിൻ്റെ പ്ലാൻ ആകുമ്പോൾ ഭാരം ചുമക്കേണ്ട ആവശ്യമില്ല. ദൈവം നടത്തുക. ദൈവത്തിൻ്റെ വഴികളിൽ, കർത്താവ് കാണിക്കുന്ന വഴികളിൽ വചനമേ ദീപമാ. പരിശുദ്ധാത്മാവ് ആലോചന പറയും. ഹാലലൂയ, ഐ എം ബീങ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോവുക. പക്ഷേ ഇവിടെ ഞാൻ തന്നെ എൻ്റെ പ്ലാൻ ആകുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന എന്തുവാണ്? സമാധാനം മുഴുവൻ കെടും. അതുകൊണ്ട് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ ബുദ്ധിയുടെ പ്ലാൻ വേണ്ട. ദൈവസമാധാനം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബുദ്ധിയൊക്കെ കവിയുന്ന ഒരു ദൈവാലോചനയിൽ നമ്മൾ ആശ്രയിക്കണം. ദൈവത്തിൻ്റെ നടത്തിപ്പ് മതി. മനുഷ്യരെന്തു പറയും? ആദ്യം അങ്ങനെ നമ്മൾ ചിന്തിച്ചാലേ പറ്റും. മനുഷ്യരെന്തു പറയും അതെനിക്ക് വിഷയമേ അല്ല. ഞാൻ തകർന്നു പോയി, അല്ലെങ്കിൽ തളർന്നു പോയ, അല്ലെങ്കിൽ ഞാൻ അന്ധകാരത്തിൽ ജീവിച്ച സമയത്ത്
അതിൽ നിന്ന് ഒരു ഗുണവുമില്ലാത്ത നമ്മളെ ഓരോരുത്തരെയും കർത്താവ് തിരഞ്ഞെടുത്ത ദിവസത്തെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ രക്ഷയുടെ സന്തോഷം അപ്പോഴാണ് വരുന്നത്. ആ രക്ഷിക്കപ്പെട്ട നാളുകളും തിരിഞ്ഞ് ചിന്തിച്ചാൽ മതി. എടുത്ത തീരുമാനങ്ങൾ ഓരോന്നൊന്ന് അയവിറക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ മനുഷ്യർ പറയുന്നത് എനിക്ക് വിഷയമല്ല, എൻ്റെ കർത്താവിൻ്റെ പ്ലാൻ അനുസരിച്ച് ഞാൻ മുൻപോട്ട് പോകും. യെസ്, 8ാമത്തെ വാക്യം വായിച്ചാൽ. സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളു. മെഡിറ്റേറ്റ് ഓൺ ദീസ് തിങ്സ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ. അതൊക്കെ ചിന്തിച്ചു കൊള്ളുവെന്ന് പറഞ്ഞാൽ വേണേ ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കാം എന്നല്ല. അതിൻ്റെ മൂലഭാഷയിൽ ചിലതൊക്കെ POC ബൈബിൾ വായിക്കുമ്പോൾ ഒന്നുകൂടി ക്ലിയർ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളും പല ഭാഷകൾ വായിക്കുമ്പോൾ ചില ട്രാൻസ്ലേഷൻ കോൺസെൻട്രേറ്റ് ഓൺ ദീസ് തിങ്സ്. ഇവിടെ എൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എഴുതിയേക്കുന്നത് മെഡിറ്റേറ്റ് ഓൺ ദീസ് തിങ്സ്. അത് മാത്രം എന്ത് ചെയ്യുക, ഞാൻ ആ ട്രാൻസ്ലേഷനിൽ ഒന്നുകൂടെ അതിന് എംഫസിസ് കൊടുക്കുക. അത് മാത്രം നീ എന്ത് ചെയ്താൽ മതി. അതല്ലേ മെഡിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ, ധ്യാനിക്കുക, ചിന്തിക്കുക, അത് മാത്രം. മെഡിറ്റേഷൻ ഒത്തിരി ഏകാഗ്രത വേണമല്ലോ. അപ്പോൾ അതിൽ ഏകാഗ്രതപ്പെട്ട് നീ അത് മാത്രം ധ്യാനിച്ചു കൊള്ളുക. കോൺസെൻട്രേറ്റ്, മെഡിറ്റേറ്റ് ഓൺ ദീസ് തിങ്സ്. എന്തൊക്കെയാണ് ഇവിടെ? ഒടുവിൽ സഹോദരന്മാരെ, മേലത്തെ വാക്യം എന്തുവാ? സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്. ആ സമാധാനം വേണമെങ്കിൽ ചില വ്യവസ്ഥകളുണ്ട്. താഴോട്ടുള്ള വാക്യങ്ങളെല്ലാം ആ വ്യവസ്ഥയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭൂമിയിലെ വിഷയത്തിൽ നിങ്ങൾ ധ്യാനിച്ച് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് പ്രാധാന്യത കൊടുത്താൽ നിങ്ങളുടെ സമാധാനമാണ് പോകുന്നത്. സ്തോത്രം. സമാധാനം പോയാൽ പിന്നെ ആകെപ്പാടെ ഭാരമാണ്. എന്നെ ആരാധനയ്ക്ക് വരാൻ പറ്റാഞ്ഞത്, അല്ലെങ്കിൽ എന്നെ കർത്താവിന് വേണ്ടി നിൽക്കാൻ പറ്റാഞ്ഞത്, എന്നെ വചനത്തിന് വേണ്ടി നിൽക്കാൻ പറ്റാഞ്ഞത്, ഒത്തിരി ഭാരങ്ങൾ നമുക്ക് പറയാൻ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് നിൽക്കുമ്പോൾ, ജയം പ്രാപിച്ച് നിൽക്കുമ്പോൾ അവിടെ എല്ലാം എന്ത് പറയാനുണ്ട്? ജയത്തിൻ്റെ സാക്ഷ്യം, വിടുതലിൻ്റെ സാക്ഷ്യം, നമ്മുടെ ജീവിതത്തിൽ നടന്ന ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യം. അപ്പം മേലത്തെ വാക്യത്തിൽ സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന അത് കിട്ടണമെങ്കിൽ, അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഒടുവിൽ. അധ്യായങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒത്തിരി ഉപദേശങ്ങൾ പറഞ്ഞു. ഒടുവിൽ സഹോദരന്മാരെ എന്തിലൊക്കെ ധ്യാനിച്ചു കൊള്ളാനാ? സത്യമായത്. എന്തുവാണ് സത്യം? സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വചനമാണ് സത്യം. ദ വേർഡ് ഈസ് ട്രൂ. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം എഴുതിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. സത്യം മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. കർത്താവിൻ്റെ വായിൽ നിന്ന് വന്ന തിരുശബ്ദമാണ് ദി ഒറാക്കിൾസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അരുളപ്പാട്. രാജാവ് പറയുന്നതിനാണ് എന്ത് പറയുന്നത്? അരുളപ്പാട്. ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത് ഒറാക്കിൾസ് ഓഫ് ഗോഡ്. റോമാലയനത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ഇത് നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ശ്വാസമാണ്. ഇറ്റ് ഈസ് ദ ബ്രെത്ത് ഓഫ് ഗോഡ്. എത്ര സ്ഥലത്താണ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്? ഇതിൻ്റെ അകത്ത് സത്യം മാത്രം. അപ്പം സത്യം മാത്രം ചിന്തിച്ചു കൊള്ളുവിൻ. ഈ കാലഘട്ടത്തിൽ വചനം ഇന്നതാണെന്ന് പറയുമ്പോൾ ദൈവമക്കൾ പോലും പറഞ്ഞു പോകും. പണ്ട് സമുദായക്കാരോട് അല്ലെങ്കിൽ ജാതികളോട് നമ്മൾ വചനത്തിൽ പറയുന്നത് തിരുവചനമാണെന്നൊക്കെ പറഞ്ഞാൽ അവർ പറയും സഭാ ഉപദേശം ഇങ്ങനെ, ഞങ്ങളുടെ ആചാരങ്ങൾ ഇങ്ങനെ, പിതാക്കന്മാർ തൊട്ട് ആചരിച്ച് വന്നതിങ്ങനെ, അതൊക്കെ അവർ പറയും. എക്സ്ക്യൂസ് പറയും, വചനത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇപ്പം അവരെ കൊണ്ടല്ല പ്രശ്നം, അവർക്ക് സത്യം അറിയത്തില്ല. സത്യം ഒരു കാലത്ത് അറിഞ്ഞ ദൈവമക്കൾ പോലും വചനം ഇന്നതാന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. അതിനെന്നാ ഞാൻ ഇത്ര നാൾ, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി എക്സ്ക്യൂസ്. അതിന് വചനത്തിന് പ്രാധാന്യത കൊടുക്കാതിരിക്കുമ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് കോൺസെൻട്രേറ്റ് ഓൺ, ധ്യാനിച്ച് വചനം. സത്യമായത് എന്തൊക്കെയാണ് ധ്യാനിക്കേണ്ടത്? ഒന്ന്, സത്യമായതെല്ലാം, അതാണൊക്കെയും. ഘനമായത്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യണം? എല്ലാവരും എന്തൊക്കെയോ ഇച്ചിരി ചെയ്യുന്നു. ഞാനും ഒരു പായൊക്കെ മടക്കി വെച്ചു. ചെയ്യേണ്ടെന്നല്ല, എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷേ അതുകൊണ്ട് തീർന്നില്ല ശുശ്രൂഷ. ദൈവത്തിനു വേണ്ടി ഒരു ദേശത്തെ സഭ അല്ലെങ്കിൽ സഭയോട് ചേർന്നൊരു സുവിശേഷ ടീമായിട്ട് നിലനിർന്ന് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആരോഗ്യം കൊണ്ടും സമയം കൊണ്ടും ബുദ്ധിയും കൊണ്ടും ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ കൊണ്ടും ദൈവം തരുന്ന അവസരങ്ങളെല്ലാം ആ താലന്തുകൾ വർദ്ധിപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് നിൽക്കുവാൻ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ സത്യമായതൊക്കെയും, പിന്നെ എന്തുവാ, എന്തെങ്കിലും സിമ്പിൾ കാര്യങ്ങൾ ചെയ്താൽ പോരാ, ഇച്ചിരി ഘനമായതൊക്കെയും, പിന്നെ നീതിയായത്. സത്യമായതും നീതിയായതും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പോകും? എന്തെങ്കിലും അറിയാതെ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ അനീതി വല്ലതും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അസത്യം വല്ലതും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അനീതി എല്ലാം പോകട്ടെ. നീതിയായത്, നിർമ്മലമായത്, അത് മാത്രം മതി. വേറെ ആർക്കും ദോഷം ചെയ്യുന്നതൊന്നും വേണം. വാട്ട് ഈസ് പ്യുവർ? നിർമ്മലമായതൊക്കെയും, രമ്യമായതൊക്കെയും, വാട്ട് ഈസ് ഓഫ് ഗുഡ് റിപ്പോർട്ട്. രമ്യമായത് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത് വാട്ട് ഈസ് ലവ്ലി, നല്ലത്, മറ്റുള്ളവർക്ക് സന്തോഷവും മധുരവും പകരുന്നത്.
സൽകീർത്തിയായത്. വാട്ട് ഈസ് ഓഫ് ഗുഡ് റിപ്പോർട്ട്. ഈ ഗുഡ് റിപ്പോർട്ട് മനുഷ്യരിൽ നിന്ന് കിട്ടാൻ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യും. മനുഷ്യർ പറയണം നല്ലവനാ, കുടുംബക്കാർ പറയണം നല്ലവനാ. ദേശത്ത് നമ്മൾ അധികമൊന്നും സുവിശേഷം പറയത്തില്ല. കാര്യം അസോസിയേഷൻ പറഞ്ഞത് നമ്മൾ ആരാണ്, പട്ടണമായതുകൊണ്ട് തന്നെ അസോസിയേഷൻ പറഞ്ഞത്. പഞ്ചായത്താണെങ്കിൽ എങ്ങനെയാ എന്തായാലും അവിടെ ഉണ്ട് അസോസിയേഷനൊക്കെ, എല്ലായിടത്തും ഉണ്ട്, പഞ്ചായത്തിലുണ്ട് ഇപ്പോൾ അസോസിയേഷൻ. ഏതായാലും നമ്മുടെ നാട്ടുകാർ, അയൽവക്കക്കാർ, കൂട്ടുകാർ, സ്നേഹിതർ, കൂടെ പഠിച്ചവർ, അവരൊക്കെ പറയണം ഇവള് ആരാണ്, നല്ലവരാണ്. അപ്പം മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ പ്രൈസ് വർത്തി അല്ലെങ്കിൽ അത് ഗുഡ് റിപ്പോർട്ട് എന്ന് എഴുതിയേക്കുന്നത് അത് കിട്ടാൻ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ വചനം എന്തുവാ പറയുന്നത്, ദൈവത്തിൽ നിന്ന് സൽകീർത്തി ലഭിക്കണം. ദൈവത്തിൽ നിന്ന് ഒരു ഗുഡ്. പൗലോസ് അപ്പോസ്തലൻ ഓരോ സമയത്തും പറയും, ഓരോ സ്ഥലത്തെ സഭയെ ഓർപ്പിക്കുന്ന ദൈവത്തിൽ നിന്ന് സാക്ഷ്യം ലഭിച്ചവൻ, ദൈവത്തിൽ നിന്ന് ശുശ്രൂഷ ലഭിച്ചവൻ എന്ന് പലപ്പോഴും പറയുന്നു. ദൈവത്തിൽ നിന്ന് ദൈവത്തെ പൂർണ്ണമായിട്ട് പ്രസാദിപ്പിക്കുന്ന. അപ്പം ദൈവത്തിൽ നിന്നൊരു ഗുഡ് റിപ്പോർട്ട്. യെസ്, സൽഗുണമോ പുകഴ്ചയോ. ആരിൽ നിന്ന് മതി പുകഴ്ച? അതും മനുഷ്യരിൽ നിന്ന് വേണ്ട. വാട്ട് എവർ ഈസ് പ്രൈസ് വർത്തി, ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ സ്തോത്രം. ദൈവം നമ്മൾ അതിൽ സന്തോഷിക്കണം. ആൾക്കാർ നമ്മളെ കീർത്തിക്കുന്നതല്ല. വാട്ട് എവർ ഈസ് പ്രൈസ് വർത്തി ബൈ ദ ലോർഡ്, ദൈവത്തിൽ നിന്ന് പുകഴ്ച, ദൈവത്തിൽ നിന്ന് സൽകീർത്തി. എന്നിട്ട് പറയുക, ഇത് മാത്രം എന്ത് ചെയ്യണം, ഇത് മാത്രം മെഡിറ്റേറ്റ് ഓൺ ദീസ് തിങ്സ്, ഇത് മാത്രം നീ ധ്യാനിച്ചു കൊള്ളു. എങ്കിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, സമാധാനം. അല്ലെങ്കിൽ സമാധാനം എന്നൊന്നും പറഞ്ഞ് അലച്ചാലൊന്നും സമാധാനം കിട്ടത്തില്ല. ചിലരൊക്കെ ഇങ്ങനെ ഈ ജാപ്പനീസും പല ഈസ്റ്റ് ഏഷ്യൻ രാജ്യക്കാർക്ക് മെഡിറ്റേഷനുണ്ട്, നമുക്കും ഉണ്ടല്ലോ. അയ്യോ, ഞാൻ ഇന്ത്യയുടെ കാര്യം പറഞ്ഞു, നമുക്കും ഉണ്ടല്ലോ ഭയങ്കര മെഡിറ്റേറ്റേഴ്സും യോഗയൊക്കെ അതിന് വേണ്ടിയല്ലേ. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു റീചാർജ്, പവറിന റീചാർജ് എന്നൊക്കെ പറയും. അവരുടെ ജോലിയുടെ ഇടയ്ക്ക് ഉച്ച സമയത്തൊക്കെ ജാപ്പനീസ് ആൾക്കാർ ജോലിയിൽ നിന്ന് ഇടയ്ക്ക് വന്ന് ഗവൺമെൻറ് അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസമില്ലല്ലോ, പിന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താലേ പറ്റുമല്ലോ. അവരുടെ വർക്ക് പ്രഷർ ഭയങ്കരമായിട്ട് അവർ വന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യും, കുറച്ച് നേരം അങ്ങ് ധ്യാനിക്കും. എന്തിനാണ്? ഒരു ഇച്ചിരി സമാധാനം കിട്ടാൻ. നിങ്ങൾ ആ ദേശത്തെ സൂയിസൈഡ് റേറ്റും ക്രൈം റേറ്റും ഒക്കെ ഒന്ന് നോക്കുക. സമാധാനമില്ലാത്തത് കൊണ്ട് കുടുംബങ്ങളൊന്നും വേണ്ട, അവർക്ക് മക്കളൊന്നും വേണ്ട. അവിടെ വളരെ വളരെ പ്രശ്നത്തിലാണ് കുടുംബങ്ങൾ. എവിടെ ഈ മെഡിറ്റേഷൻ കൊണ്ട് വല്ല സമാധാനം കിട്ടിയോ? ഇല്ല. സമാധാനം കിട്ടണമെങ്കിൽ എന്ത് മെഡിറ്റേറ്റ് ചെയ്യണം, എന്തിൽ നിങ്ങൾ ധ്യാനിക്കണം, എന്ത് നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. അടുത്ത വാക്യത്തിലും അത് തന്നെ ഓർപ്പിക്കുന്നത്. എന്നോട് ഗ്രഹിച്ചും പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ. നല്ല ഒരു കാഴ്ചപ്പാട്, ഒരു സ്ട്രോങ് വിഷൻ, നല്ലൊരു തീരുമാനം, തൻ്റെ വിളി എന്തുവാന്നൊരു വ്യക്തത ആർക്കുണ്ടായിരുന്നു? അപ്പോസ്തലനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ ആ വിളി അനുസരിച്ച്, തൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് താൻ വർക്കൗട്ട് ചെയ്തപ്പോൾ, താൻ പ്രവർത്തിച്ചപ്പോൾ, തൻ്റെ വിളി തന്നെ അറിയുന്നവർ മിസ്റ്റർ പോൾ എന്നല്ല അറിയുന്നത്, പൗലോസിന് അറിയുന്നതിനേക്കാൾ തൻ്റെ കാഴ്ചപ്പാടാണ് അവിടെ വ്യക്തമായി തീരുന്നത്. ഇന്ന വ്യക്തി, ആ വ്യക്തിയുടെ കാഴ്ചപ്പാട്. പത്രോസ് പോലും തന്നെപ്പറ്റി സാക്ഷ്യം പറഞ്ഞു, തൻ്റെ ആഴത്തിലുള്ള വചന വെളിപ്പാട്. ചില ആൾക്കാർ അത് എന്ത് ചെയ്യും, അറിയാത്തത് കൊണ്ട്, ദേ ആർ അൺലേൺഡ്, അല്ലെങ്കിൽ വചനം അറിയാത്തതുകൊണ്ട്, ആഴത്തിൽ ധ്യാനിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അവരതിനെ വളച്ചോടിച്ചൊക്കെ ഇരിക്കുന്നു. പക്ഷേ ആഴമേറിയ കാഴ്ചപ്പാട്. പത്രോസ് അപ്പോസ്തലൻ, ശ്രേഷ്ഠ അപ്പോസ്തലൻ പോലും പിന്നീട് വന്ന പൗലോസ് അപ്പോസ്തലനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തിയെപ്പറ്റി പറയുമ്പോൾ രാജാവ്, ഈ അഭിഷക്തന്മാർ, രാജാക്കന്മാർ, ദാനിയേലിനെ പറ്റി ആയിക്കോട്ടെ, ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ പറ്റി ആയിക്കോട്ടെ, ഓരോ അഭിഷക്തരെ പറ്റി, ദാവീദിനെ പറ്റി ആയിക്കോട്ടെ, പുതിയ നിയമഭക്തന്മാരെ പറ്റി ആയിക്കോട്ടെ, അവരുടെ കാഴ്ചപ്പാട് അവിടെ വ്യക്തമാക്കുക. അക്വിലാസും പ്രിസ്കില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വളരെ സന്തോഷത്തോടുകൂടി അപ്പോസ്തലൻ എല്ലായിടത്തും, എല്ലാ ലേഖനത്തിലും ഒക്കെ അവരോട്. അപ്പോൾ അവിടെയൊക്കെ എന്തുവാണ് അറിയുന്നത്? അവരുടെ കാഴ്ചപ്പാട്, അവരുടെ വിഷൻ. ആ ജനങ്ങൾ എതിർത്ത് വന്നപ്പോൾ അവർ എന്നോടുകൂടി നിന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി അവരുടെ കാഴ്ചപ്പാടെന്തോ, ധൈര്യമായിട്ട് നിൽക്കുവാൻ. അവർ ജനത്തെ എതിർത്ത് എന്നെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്തു, ആ പ്രശ്നത്തിൽ നിന്ന്. അവരെന്നോടുകൂടി എല്ലാ സ്ഥലത്തും അവരുടെ പേരുകൾ കാണും, പല ലേഖനത്തിലും കാണും. അവിടെ എന്ത് മനസ്സിലായി? അവർ ഒരു സ്ഥലത്താൽ മാത്രമല്ല, എവിടെയൊക്കെ കർത്താവിൻ്റെ വേലയിൽ അപ്പോസ്തലനുണ്ടോ ആ കാഴ്ചപ്പാടിൽ കൂടി നിന്നു. ചില അപ്പോസ്തലന്മാരെ പറ്റി പറയുന്ന, അടുത്ത പ്രാവശ്യം ഞാൻ മർക്കോസിനെ എന്ത് ചെയ്തില്ല, കൂടെ കൊണ്ടുപോയില്ല, പകരം ശീലാസിനെ കൊണ്ട് താൻ പോയി. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകുന്നത് എന്തുവാ, മർക്കോസ് ഒരു കാലത്ത് ശക്തമായി നിന്നവനാണെങ്കിലും തൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ പിന്നീട് ശീലാസിനെ കൊണ്ട് മാത്രം ആ മിഷണറി ജേണികളെല്ലാം കണ്ടിന്യൂ ചെയ്തപ്പോൾ പൗലോസിനോട് നിൽക്കണം ഇച്ചിരി പാടാ, പൗലോസിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒപ്പം നിൽക്കണം. തിമോത്തിയോസിനെ പറ്റി പറയുന്നത് എന്തുവാ? അപ്പോൾ നമുക്ക് അവിടെ എല്ലാം ഒരാളുടെ കാഴ്ചപ്പാടാണ് മനസ്സിലാകുന്നത്. നിങ്ങളെപ്പറ്റി നിങ്ങളുടെ ദേശം എന്തുവാ പറയുന്നത്? നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ,
നിങ്ങളുടെ കുടുംബക്കാർ ഒരു നല്ല വ്യക്തിയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ, അതോ നിങ്ങളുടെ കാഴ്ചപ്പാടിനാൽ നിങ്ങളുടെ ആ ഒരു വിളി അത് ലോകത്തിൽ വ്യക്തമാകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അത് എനിക്ക് വ്യക്തമാകണം. അത് ഈ ഓരോ പ്രവാചകന്മാർ പറയുന്ന ഓരോ വചനം വായിക്കുന്ന ഓരോ പുസ്തകം വായിക്കുന്ന അനുസരിച്ച് മാറിപ്പോകുന്ന കാഴ്ചപ്പാട് ഇന്നത്തെ ദൈവമക്കൾ. അങ്ങനെ പറയാൻ ദൈവദാസന്മാരുടെ എന്ന് പറയും. ഞാൻ എത്ര ദൈവദാസന്മാരോടാണ് സ്ട്രോങ് ആയിട്ട് ഈ കാര്യം സ്നേഹത്തോടുകൂടി ബാധിച്ച് നിൽക്കേണ്ട വന്നിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഒരു പുസ്തകം വായിച്ചോ എന്ന് എന്നോട് ചോദിക്കുന്നത്. ഞാൻ ഉടനെ ആ വ്യക്തിയോട് പറയുന്നു വചനത്തിൽ ഇതിനല്ലേ പറയുന്നത്. പിന്നെയും അവർ പറയുന്ന ഇന്ന പുസ്തകം വായിച്ചോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒത്തിരി പേര് ദൈവമക്കളെ ഇവിടെ എറണാകുളത്ത് വരാൻ കാരണമായത് ഒരു ദൈവദാസൻ നിമിത്തമാണ്. ആ ദൈവദാസൻ പോലും പുസ്തകങ്ങൾ വായിച്ച് കാഴ്ചപ്പാട് മാറി കെട്ടായി ബന്ധനമായി അനേക വർഷങ്ങളായിട്ട് ഭവനത്തിലിരിക്കുക. ദുരുപദേശമാണ് പുള്ളിയോട് ഇപ്പോൾ സംസാരിച്ചാലും അയ്യോ മാറിപ്പോയി. ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്ന വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ ജ്യേഷ്ഠനെ പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി. കാഴ്ചപ്പാട് മാറിയാൽ ആ ദൈവം കൊടുത്ത ജ്ഞാനവും താലന്തും എന്തെങ്കിലും പ്രയോജനമുണ്ടോ ദൈവമക്കളെ? എന്തെങ്കിലും പ്രയോജനം? സാത്താൻ ആദ്യം പോരിടുന്നത് എവിടാ? നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുവാൻ, നമ്മുടെ വിളിയിൽ നിന്ന് നമ്മളെ മാറ്റുവാൻ. സാത്താൻ അറിയാം നിങ്ങളുടെ കാഴ്ചപ്പാട് മാറിയാൽ നിങ്ങൾ എത്ര ആരാய்ച്ചാലും എന്തൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചാലും എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ എത്തത്തില്ല. വിളി അനുസരിച്ച് വിശ്വസ്തനല്ലാത്തവൻ, വിളി അനുസരിച്ച് ആ ഓട്ടം തികയ്ക്കാത്തവൻ എത്തത്തില്ല. കാഴ്ചപ്പാട് പകുതി വഴി മാറിപ്പോയ ലോകത്തെ സ്നേഹിച്ചു പോയ ദേമാസ് ഒത്തിരി പേരെ പറ്റിയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ ശിഷ്യൻ പോലും എല്ലാവരുടെയും പരിശുദ്ധാത്മാവിൽ ഒരാൾ വീക്കാവുമ്പോൾ അവിടെ കാഴ്ചപ്പാട് മാറിപ്പോവുക, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോവുക. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ ഒരു സ്ട്രോങ് കാഴ്ചപ്പാട് പറഞ്ഞല്ലോ. ഈ കാലഘട്ടത്തിൽ പുസ്തകങ്ങൾ വായിച്ച് പല പ്രസംഗങ്ങൾ കേട്ട് പല ആൾക്കാർ പറഞ്ഞ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ സാത്താൻ അങ്ങനെയുള്ള ആൾക്കാരെ അവരുടെ അടുത്തേക്ക് അയക്കും. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്തൊന്നും കേൾക്കാൻ പോകല്ല. എല്ലാ പ്രസംഗവും പരിശുദ്ധാത്മാവിൻ്റേതല്ല, ക്രൂശിൻ്റെ വചനമല്ല. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, കർത്താവ് വചനത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അതൊരു സത്യമാണ്. ചിലർ ഈ ഉപദേശത്തിൻ്റെ വിഷയത്തിലും കൂട്ടുകെട്ടിൻ്റെ വിഷയത്തിൽ വേർപാട് ആചരിക്കത്തില്ല. ചിലർക്കെല്ലാം നല്ലതാണ്. ഞാൻ പലരോട് പറഞ്ഞിട്ടുണ്ട്, ആരെപ്പറ്റി ഒന്നും കുറ്റമൊന്നും പറയണ്ട, അത് കുറവല്ല. അത് വചനപ്രകാരം ഏതാ നല്ലത് അല്ല ശരി അല്ല എന്ന് ഡിസേൺ ചെയ്യാൻ പറ്റുന്നില്ല. ഉപദേശത്തിൻ്റെ വിഷയത്തിലും നമുക്ക് എന്ത് വേണം? കൂട്ടായ്മയുടെ വിഷയത്തിൽ വേർപാട് വേണം. വേർപാട് ഈ ഡ്രസ്സിങ്ങിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ പുറമേ ഉള്ള എന്തെങ്കിലും കാര്യത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, വേർപാട് എല്ലാത്തിലും വേണം. എങ്കിലേ എല്ലാത്തിൽ നിന്നും വേർപാട് പാലിച്ച ഉപദേശത്തിൽ കറക്റ്റായി നിന്ന് നമുക്ക് നമ്മുടെ മാതൃക പുരുഷൻ കർത്താവ് ചെന്നെത്തുവാൻ കഴിയത്തുള്ളൂ. ഈ ദിവസങ്ങൾ കർത്താവേ വിശുദ്ധിയും വേർപാടും ഹല്ലേലൂയ അതാരും നമ്മുടെ പ്രയോറിറ്റി. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഇവിടും എഴുതിയിരിക്കുന്ന പൗലോസ് പറഞ്ഞ് എന്നെ അനുകരിപ്പീൻ. താൻ ആ നല്ല കാഴ്ചപ്പാടിൽ ആരെന്തു പറഞ്ഞിട്ടും ഇൻഫ്ലുവൻസ്ഡായി തീരാതെ, തന്നോടായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പോരാട്ടം, തനിക്ക് ഇൻഫ്ലുവൻസായി തീരാതിരുന്നുകൊണ്ട് തന്നെ ദൈവം ഏൽപ്പിച്ച വചനങ്ങൾ കറക്റ്റായിട്ട് മനുഷ്യർ തന്നെ ഭ്രാന്തരെന്ന് വിളിച്ചിട്ടുണ്ട്. എബ്രായർക്ക് എഴുതിയ യെരുശലേമിലെ അവർക്ക് എഴുതിയ ലേഖനത്തിന് തൻ്റെ പേര് വെച്ചിട്ടില്ല. കാര്യം തൻ്റെ പേര് പൗലോസ് എന്ന് കണ്ട യെരുശലേമിലെ സഭ പിന്നെ അത് വായിക്കത്തില്ല, പഠിക്കത്തുമില്ല, അതിനെ തള്ളിക്കളയും. അങ്ങനെ യെരുശലേമിലെ സഭ പോലും തനിക്ക് എതിരായിട്ട് നിന്നപ്പോൾ നമുക്കറിയാം തൻ്റെ കാഴ്ചപ്പാട് തന്നെ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പരിശുദ്ധാത്മാവ്, അതുകൊണ്ടാണ് വചനത്തിൽ അത് എഴുതിയിരിക്കുന്നത്. എന്നിൽ കണ്ടത് 9-ാമത്തെ വാക്യം, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ. 7-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം ഒക്കെ കണ്ടീഷണല്ല. ഈ ദൈവിക സമാധാനം ഞാൻ പറഞ്ഞല്ലോ, ഈ ഉപദേശത്തിൻ്റെ വിഷയത്തിന് വേർപാട് പാലിക്കുന്ന പോലെ തന്നെ ഈ സമാധാനം എല്ലാവരുടെ മേലങ്ങ് വരട്ടെ എന്ന് പറയുമ്പോൾ സമാധാനം വരത്തില്ല. ഇപ്പം ഞാനിപ്പോൾ പാസ്റ്ററായിട്ട് എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെ മേൽ കർത്താവിൻ്റെ സമാധാനം അതല്ലേ ബെനഡിക്ഷൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ, ആമേൻ. അതാണല്ലോ ആശീർവാദം. അപ്പം ഈ ഒരു ബെനഡിക്ഷൻ ആശീർവാദം എല്ലാ ദൈവദാസന്മാരും എത്ര വർഷങ്ങളായിട്ട് പറയുന്ന എന്നിട്ട് ദൈവമക്കളുടെ മേൽ സമാധാനമുണ്ടോ? അപ്പം സമാധാനം പ്രാപിക്കണമെങ്കിൽ ഇവിടെ നിന്നൊരു ദൈവദാസൻ സമാധാനം എന്നൊന്നും പറഞ്ഞാൽ സമാധാനം വരത്തില്ല. ദൈവമക്കൾ അവരോ ഒരു ജീവിതം ക്രമീകരണം പ്രാപിക്കണം. ആ ക്രമീകരണത്തെ പറ്റിയാണ് 7-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം. ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ, എന്നിൽ കണ്ട. അപ്പം തനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാം, കർത്താവിനെ പോലെ താൻ നിന്നതുകൊണ്ടും ഒരു മാതൃകയായിട്ട് നിന്നതുകൊണ്ട് അതുപോലെ വേറൊരു മാതൃക അല്ലെങ്കിൽ അന്ന് ഒത്തിരി പേരെ കാണാനില്ല. അങ്ങനെ
ഇന്ന് കുറച്ചുകൂടെ കാണും. അന്ന് ഞാൻ പറഞ്ഞില്ല, സഭയുടെ തുടക്കമല്ല ഈ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ അവസാനം എഴുതുമ്പോൾ. എങ്കിലും ഒത്തിരി പേര് മാറിപ്പോകുന്നു. അവിടെ കറക്റ്റായിട്ടുള്ള ആ ജീവിത രീതി, കറക്റ്റായിട്ടുള്ള എന്തിലൊക്കെയാണ് വേർപാട് പാലിക്കേണ്ടത് നിങ്ങൾ എന്നിൽ കണ്ടു പഠിച്ചാൽ എന്തു ചെയ്യും? സമാധാനത്തിന് ദൈവം അത് ബൈബിളിൻ്റെ അകത്ത് എഴുതി ചേർത്തുകൊണ്ട് അതുപോലെ പൗലോസ് നിന്നു എന്നാണ് അതിൻ്റെ വ്യക്തമായ തെളിവ്. കറക്റ്റ് കാഴ്ചപ്പാടിൽ നിന്നാൽ ലോകത്തോട് പറയാം, നിങ്ങൾ ഈ കാണുന്നത് ഈ വ്യക്തിയല്ല, നിങ്ങൾ ഈ കാണുന്നത് കർത്താവിൽ ഉള്ള എൻ്റെ കാഴ്ചപ്പാടാണ്. നിങ്ങൾ ഈ കാണുന്നത് കർത്താവ് എന്നെ വിളിച്ച, ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദാറ്റ് ഗ്രേറ്റ് അപ്വേർഡ് കോളിംഗ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഉന്നതമായ അല്ലെങ്കിൽ ഉയർന്ന സ്വർഗീയ വിളി, ആ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവരെ. 10ാമത്തെ വാക്യം വായിച്ചാൽ, പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ഇടയ്ക്ക് ശുശ്രൂഷയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫിലിപ്പിയ സഭ നല്ല ആത്മീയരായിട്ട് നിന്ന സമയത്ത് നല്ല അവരുടെ ചിലവ്, ഞങ്ങളുടെ വരുമാനം, ഞങ്ങളുടെ ചിലവിനുള്ളത് കുറച്ച് മതി കർത്താവിൻ്റെ വേലയ്ക്ക് കൂടുതൽ. കാര്യം പഴയ നിയമ ഉപദേശമാണല്ലോ ദശാംശം. പലരും ഇന്നത്തെ കാലത്ത് പറയും, ഈ ചില പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുന്നത് കേട്ട് പലരും അത് പറയുകയും പലർക്കും അത് കംപ്ലീറ്റായിട്ട് മനസ്സിലാകാതെ അത് പറയുകയൊക്കെ ചെയ്യുന്ന കാരണമുണ്ട്. ഞാൻ ഈ പ്രത്യേകിച്ച് കോവിഡിന് ശേഷമാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. ആരാധനയ്ക്ക് പോകണ്ട എന്ന് പറയുന്ന പോലെ തന്നെ കർത്താവിന് വേണ്ടി ഒന്നും കൊടുക്കാതെ ഇരുന്ന് കുറച്ച് നാൾ കഴിഞ്ഞിപ്പം കെട്ടായിപ്പോയൊരു ഒത്തിരി പേരുണ്ട്. ഞാൻ ബൈബിൾ ക്ലാസ് എടുത്ത്, പെരുമ്പാവൂർ ബൈബിൾ ക്ലാസ് എടുത്ത് ഒരു വർഷങ്ങളായിട്ടുള്ളൊരു പ്രായമുള്ള ഒരു സുവിശേഷകനാണ് പുള്ളി. ഇപ്പോഴും പരിശോധന ടീമൊക്കെ ഉള്ളൊരു വലിയ സുവിശേഷകനാണ്. പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ആൾക്കാരുടെയൊക്കെ ഫീഡ്ബാക്ക് ഇങ്ങനെയാണ്. പുള്ളി ഇവിടെ വേറൊരു സഭയിൽ നമ്മുടെ കൂടെ ബൈബിൾ ക്ലാസ്സിന് വരും, വർഷങ്ങൾ വന്നിട്ടുണ്ട്, വേറൊരു സഭയിലാണ് പോകുന്നത്. പുള്ളി പറയുക, നമ്മൾ എന്തിന് ആലയത്തിൽ കൊണ്ട് കൊടുക്കുന്നു, അല്ലേ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നു? നമ്മൾ തന്നെ ആലയം. അതുകൊണ്ട് എന്ത് ചെയ്യണം? പുതിയ നിയമത്തിൽ, അത് പഴയ നിയമത്തിൽ ആ പാസ്റ്ററെ ആലയത്തിൽ കൊണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നത്. പുതിയ നിയമത്തിൽ എന്തോ ബൈബിൾ എഴുതിയിരിക്കുന്നത്? നമ്മൾ തന്നെ ആലയം. അപ്പം നമ്മുടെ കർത്താവിന് വേണ്ടി മാറ്റി വെക്കേണ്ട പെർസെൻറ്റേജ് ഞെട്ടിച്ച പലരുണ്ട്. ഇതൊരു പ്രായമുള്ള അച്ഛനാണ്, വർഷങ്ങളായിട്ട് വിശ്വാസിയാതെ. ഞാൻ പറഞ്ഞില്ലേ, എവിടാണ്ടു എന്നൊക്കെ എന്തൊക്കെയോ കേട്ട് ആരും പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. ഒരു ഇച്ചിരി വചനം അറിയാമെങ്കിൽ ബെല്ലും ബ്രേക്കും ഇല്ലാതൊക്കെ നടക്കും. നമ്മൾ കഴിഞ്ഞ കാഴ്ച 2 സഹോദരിമാരെ പറ്റി ഈ ഫിലിപ്പിയ ലേഖനത്തിൽ കണ്ടില്ല. അവസാന സഭയൊക്കെ അവരെ കൊണ്ട് വലിയ ശല്യമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഈ അധ്യായത്തിന് 4ാം അധ്യായത്തിൽ തുടക്കത്തിൽ പറയുക, ആ 2 സഹോദരിമാരെ ഒന്ന് ഉപദേശിക്കുക. അപ്പോൾ ഇച്ചിരി 2 വചനം പഠിച്ചാൽ പിന്നെ ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല. എല്ലാം ദൈവം എന്നോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തന്നെ ആലയം. നമുക്കപ്പോൾ അപ്പോൾ പരിശുദ്ധാത്മാവ് നല്ലപോലെ പ്രവർത്തിച്ച സമയത്ത് ഫിലിപ്പി സഭ സുവിശേഷ വേലയിൽ സപ്പോർട്ട് ചെയ്യാൻ പൗലോസിന് വ്യക്തിപരമായിട്ട് ഒന്നും വേണ്ട. പൗലോസ് ചെല്ലുന്ന സ്ഥലത്ത് ഒരു പുതിയ പ്രവർത്തനമാണ്, സഭയില്ലാത്ത പല കാര്യങ്ങളാണ് ചെലവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി. പിന്നെ അവിടെ വിശ്വാസത്തിൽ മുൻപോട്ട് വരുന്ന ആൾക്കാരെല്ലാം കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വരുമ്പോൾ കുടുംബം അവരെ തള്ളിക്കളയും. അവരെ നമുക്കറിയാം, ഇപ്പോഴീ അടുത്ത സമയത്താണ് ഇച്ചിരിയൊക്കെ ഒന്ന് അത് ഗവൺമെൻറ് നിയമങ്ങളൊക്കെ സ്ട്രോങ് ആയതുകൊണ്ട്. മറ്റേത് ഈ ഹോണർ കില്ലിങ് എന്ന് പറയുന്ന പോലെ തന്നെ സാധു സുന്ദർ സിംഗിൻ്റെയൊക്കെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുപോലൊക്കെ ഒരാൾ വിശ്വാസത്തിലേക്ക് പോയാൽ അവന് വിഷം കൊടുത്ത് കൊല്ലും. അത് സാധു സുന്ദർ സിംഗിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാം. നല്ല സ്നേഹത്തോട് വീട്ടിൽ വിളിച്ചിട്ട് പൊതിക്കകത്ത് എന്ത് ചെയ്തു? വിഷം കൊടുത്തു. താൻ വിഷം ഛർദ്ദിച്ച് കിടക്കയിൽ അല്ലെ മരണത്തോട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ആ ദർശനമൊക്കെ നമുക്കറിയാം, ആ ചരിത്രമൊക്കെ നമുക്കറിയാം. യൂട്യൂബിലൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ വരെയും ചെയ്യുവാൻ മടിക്കത്തില്ലായിരുന്നു. ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഇന്ത്യയിൽ ഒരാൾ വിശ്വക്രിസ്തുവിനെ സ്വീകരിച്ചാൽ അവരുടെ കുടുംബത്തിന് ആ വലിയ നാണം കേടാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കി, ഏതൊക്കെ രീതിയിൽ അവരെ കൊല്ലാമോ അവരെ കൊല്ലാൻ ശ്രമിക്കും. അല്ലെങ്കിൽ എന്തുമായാലും അവർക്ക് 1 രൂപ പോലും, ഒരു ഷെയർ പോലും കൊടുക്കാതെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കും. അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതും ആരുടെ ചുമതലയാണ്? സഭയുടെ ചുമതലയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് സഭ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഇതിനെ അടച്ചിട്ടിട്ട് പിന്നെ ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമല്ല. ഇതുപോലെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന ഒരു കുടുംബം കൂടെ, ഒരു ആത്മീയ കുടുംബമാണ്. അവിടെ ദൈവദാസനും എല്ലാവരും ചേർന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്താലേ അന്ന് അവിടെ നിൽക്കത്തുള്ളൂ, ആൾക്കാർക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ അവരെ കൊന്നുകളയും, വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെ അവർ ഇല്ലാതാക്കി കളയും, അവർ വിശ്വാസത്തിൽ നിന്ന് പുറമോട്ട് പോകും. അപ്പോൾ അതിനൊക്കെ ചിലവുണ്ട്. പൗലോസ് ആരായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഈ അയക്കുന്ന ഇച്ചിരി പൈസയിൽ നിന്ന് എടുക്കേണ്ട ആവശ്യം പൗലോസിനില്ലല്ലോ. രാജാക്കന്മാർ പോലും തന്നിൽ നിന്ന് പണം പ്രതീക്ഷിച്ചവൻ.
രാജാവ് തന്നിൽ നിന്ന് പണം കിട്ടുമെന്ന് വിചാരിച്ച് തന്നെ സഹായിക്കുവാൻ ഒരുങ്ങിയ രാജാവിനെ നമുക്ക് ബൈബിളിൽ കാണാം. അപ്പം താൻ ആരായിരുന്നു എന്നും രാജാവിനെ അങ്ങോട്ട് പണം കൊടുത്ത് സപ്പോർട്ട് ഒരു രാജാവിനെ നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങോട്ട് പണം കൊടുത്ത് സപ്പോർട്ട് ചെയ്യുവാൻ ഉള്ളവനായിരുന്നു അല്ലെ തൻ്റെ പിതാവ്, തൻ്റെ കുടുംബം, താൻ ചെയ്തുകൊണ്ടിരുന്ന അല്ലെ തൻ്റെ ഓഫീസ്, നേരത്തെ ഓഫീസ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പൗലോസ് വിശ്വസ്തയോടുകൂടിയൊക്കെ ആ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഫിലിപ്പിയ സഭ ആത്മീയമായിട്ട് ക്ഷീണിച്ചപ്പോൾ എനിക്ക് തന്നെ തികയുന്നില്ല. പണ്ടൊരു വ്യക്തി ഏതോ ഒരു വിഷയം ഡിസ്കസ് ചെയ്തപ്പോൾ പഴയ പപ്പയുടെ സഭയിലുണ്ടായിരുന്ന ഒരാൾ അല്ലെ പപ്പയോട് പറഞ്ഞതാ, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും അല്ലേ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് കൈസർക്കുള്ളതേ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. എന്ന് വെച്ചാൽ വരുമാനം ഒത്തിരി ഇല്ല, അതുകൊണ്ട് എനിക്കുള്ളത് എനിക്ക് തന്നെ തികയുന്നില്ല എന്നാണ് താൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വചനം പോലും ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ മേലെ സപ്പോർട്ട് ചെയ്യുവാൻ കഴിയാത്ത രീതിയിൽ ആൾക്കാരുടെ EMIയും ആൾക്കാരുടെ ബാധ്യതകളും ആൾക്കാരുടെ കടവും ആൾക്കാരുടെ ചെലവുകളും അങ്ങ് ലാവിഷായിട്ടുള്ള ചെലവുകളും ഒക്കെ കൂടി വരുന്ന അനുസരിച്ച് ഇന്നത്തെ ദൈവമക്കളൊക്കെ മാറിപ്പോകുമ്പോൾ കർത്താവിൻ്റെ വേല അത് ഭംഗിയായിട്ട് നടക്കും. അതൊരു വേറെ വശത്ത് അത് ഭംഗിയായിട്ട് നടക്കും. കാര്യം ഇത് വേല മനുഷ്യൻ്റെ അല്ല, വേല ആരുടെയാണ്? കർത്താവിൻ്റേതാണ്. പക്ഷേ പൗലോസ് താഴോട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്താൽ മാത്രമേ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുക, ഫിലിപ്പിയ സഭ ഇടയ്ക്ക് ആത്മീയമായിട്ട് ക്ഷീണിച്ചു പോയപ്പോൾ അവരെ കൊടുപ്പങ്ങ് നിർത്തി. അവർക്ക് ആ ഭാഗത്തിൽ അല്ലെങ്കിൽ ഭൗമിക വിഷയത്തിൽ കൂട്ടായ്മ കാണിക്കുന്ന കൂട്ടായ്മ നിർത്തി. പക്ഷേ വീണ്ടും പരിശുദ്ധാത്മാവ് അവരെ ജീവിപ്പിച്ചപ്പോൾ അവരെ തുടങ്ങി. അതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് 11-ാമത്തെ വാക്യം. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യാൻ തുടങ്ങി, അതിന് സ്തോത്രം. ഇത് എൻ്റെ ചെലവിനല്ല, ഇതാരുടെ ചെലവിനാ? എൻ്റെ കാര്യം കർത്താവിനെ വളരെ നന്നായിട്ട് താഴ്ചയിലും പട്ടിണിയിലും അതുപോലെ തന്നെ സൂപ്പർ ലക്ഷറീസിലൊക്കെ ഒരു കാലത്ത് ജീവിച്ചവനായതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു കൊതിയില്ല, ആഗ്രഹമില്ല. എനിക്കിതൊന്നും ഒരു വിഷയമേ അല്ല. എൻ്റെ ആ ശരീരത്തിന് കർത്താവ് തന്നാൽ ഞാൻ കഴിക്കും, അങ്ങനെ ആയിരിക്കും. താൻ വളരെ ബലഹീനനുമായി തീർന്നു. താൻ തന്നാൽ കഴിക്കും, തന്നില്ലേ കഴിക്കത്തില്ല. അപ്പോൾ അതൊക്കെ എന്നിട്ടും താൻ കഴിച്ചില്ലെങ്കിലും നമ്മളൊക്കെയാണ് വിശന്നൊന്നും നമ്മൾ കർത്താവിന് വേണ്ടി നടന്ന് ഭവന സന്ദർശനം ചെയ്യത്തില്ല. ചെയ്യുമോ? ഞാൻ ഓർക്കുന്നു, ഒരു കാലത്തൊക്കെ ഞങ്ങൾക്ക് ടീം വർക്കായിരുന്നല്ലോ. 40 ദിവസമൊക്കെ വടക്കിൻ്ത്യയിലോട്ട് ഇപ്പോൾ വണ്ടി ഓടിച്ചാണ് പോകുന്നത്. ആ ഓടിക്കുന്നത് മുഴുവനും കൂടുതൽ പപ്പയും അതിൻ്റെ അകത്ത് പലപ്പോഴും ഓടിക്കും. എങ്കിലും കൂടുതൽ ഇത് കഴിഞ്ഞ് സൗണ്ട് സിസ്റ്റം എടുക്കണം, ഇത് വെക്കണം, പരസ്യത്തിന് ഇതെല്ലാം ഫിറ്റ് ചെയ്യണം, ഞങ്ങൾ തന്നെ പാടുന്നത്, ഞങ്ങൾ തന്നെ പ്രസംഗിക്കുന്നത്. കുറച്ച് ദൈവദാസന്മാരുണ്ട്, പക്ഷേ അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളങ്ങ് ടയേർഡാവും. അതിരാവിലെ എന്തെങ്കിലും ഒന്ന് ആ ദേവദാസൻ അല്ലെങ്കിൽ ആ കുടുംബം എന്തെങ്കിലും ഒരു ചെറിയ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 1 രൂപയ്ക്ക് കിട്ടും, ഒരു ഫുൾ ചൊരക്ക കിട്ടും. ആ ചൊരക്കകത്ത് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചതിന് സാമ്പാറാണെന്ന് പറഞ്ഞ് നമുക്ക് തരും, ഉപ്പിട്ട്. അതിൻ്റെ അകത്ത് റൊട്ടിയോ എന്തെങ്കിലും തരും, അത് ഉപ്മാവായിരിക്കും, റൊട്ടിയോ. അത് മുക്കിയാൽ അത് നമുക്ക് സാമ്പാർ എന്ന് പറയുമ്പോൾ നല്ലപോലെ പരിപ്പൊക്കെ ഇട്ട് കൊഴുപ്പിച്ച് പുളിയൊക്കെ ഇട്ട് അങ്ങനെ അതിനൊരു കൊഴുപ്പുണ്ട്. അതിൻ്റെ അകത്ത് പല പച്ചക്കറിയുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ചൊരക്ക മാത്രം നമുക്ക് വലിയ കഷ്ണം കിട്ടും ചൊരക്ക. ഞങ്ങൾ ഉള്ള സമയത്ത് പോലും അവിടെ ചന്തയിൽ ചെന്നാൽ 10 രൂപയ്ക്ക് 10 ചൊരക്ക കിട്ടും. അപ്പോൾ അങ്ങനെ അത്രയേ ഉള്ളായിരുന്നു വില. അപ്പം അതിൻ്റെ പഴയ കാലഘട്ടത്തിലൊക്കെ എത്ര വിലയുണ്ടോ നിങ്ങൾ വെച്ചോ, അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ ചെന്ന് വാങ്ങിച്ചാൽ വില കുറച്ച് കിട്ടുന്ന സാധനം. ആ ചൊരക്ക സാമ്പാറും ചോറും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഡ്ഡലിയും കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും ആരോഗ്യത്തിലൊന്നും നമുക്ക് മുട്ടയോ പ്രോട്ടീനോ ഒന്നും കിട്ടുന്നില്ലല്ലോ. അതൊന്നും ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് വെളിയിൽ നിന്ന് അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കൂടെ ദൈവമക്കളും ഉണ്ട്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യാത്ര ചെയ്ത് പോകാൻ ഒരു 2 മണി വരെയൊക്കെ ഞാൻ ക്ഷമിക്കും. 3 മണിയാകുമ്പോൾ ഞാൻ ടീം മെമ്പേഴ്സിനോടൊക്കെ പറയും, ഇനി അപ്പോഴത്തേക്ക് നമ്മൾ പരസ്യങ്ങൾ നടത്തി പോകുമ്പോൾ വീണ്ടും നമ്മൾ അടുത്തൊരു ഹോട്ടൽ കഴിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത്. പക്ഷേ നല്ലൊരു കവല കാണും, അവിടെ ഒരു 10-50 പേര് നിൽക്കുന്ന കാണും. എത്ര പ്രാവശ്യം, 100 പ്രാവശ്യം അല്ല അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഇത് പറ്റിയിട്ടുണ്ട്, 1000 പ്രാവശ്യം അല്ല അതിലും കൂടുതൽ. ഞങ്ങൾ നല്ല ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് എന്ത് ചെയ്യും? ഉണരും. നമ്മളപ്പോൾ ആഹാരത്തെപ്പറ്റി ചിന്തിക്കത്തില്ല. പിന്നെ നമ്മൾ അടുത്തൊരു പരസ്യവും തുടങ്ങുമ്പോൾ അതിൻ്റെ ഫിക്സിങ് പാട്ട് പ്രസംഗമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 1.5 മണിക്കൂർ തീരും. പിന്നെ ഇങ്ങനെ 4 മണി വരെയൊക്കെ പോകുമ്പോൾ ഞാൻ ചില സമയത്തൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട്. ഞാൻ വേറെ ഒന്നുമല്ല, വണ്ടി നിർത്തിയിട്ട് ഇനി കഴിച്ചിട്ടേ മുമ്പോട്ട് ബാക്കി കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ശരീരം മുൻപോട്ട് പോകുന്നില്ല. പക്ഷേ പൗലോസ് അപ്പോസ്തലനുണ്ടല്ലോ, താൻ ആഹാരം കിട്ടിയാലും കിട്ടിയില്ലേലും താൻ ഒരു പെറുപെറുപ്പും കൂടാതെ ഭവനം തോറും, ബൈബിൾ എന്തുവാ പറയുന്നത്, കപ്പലിൽ നിന്ന് വന്ന് ഇറങ്ങിയ നിമിഷം തൊട്ട് ഭവനം തോറും താലിൽ നടന്നല്ലേ, വണ്ടിയൊന്നുമില്ലല്ലോ, നടന്ന് കർത്താവിനെ പറ്റി പറഞ്ഞു പോയി. അവിടെ എന്നെ എല്ലാ രീതിയിലും കർത്താവ് ശീലിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ സംതൃപ്തിയോടുകൂടി ആയിരിക്കാൻ. സംതൃപ്തിയുടെ ഒരു മലയാളം എന്ത് ചെയ്യാനാ? നമ്മുടെ പഴയ മലയാളം ബൈബിൾ സൊസൈറ്റി ട്രാൻസ്ലേഷൻ അലംഭാവം എന്നെഴുതിയിരിക്കുന്നത്. ഇവിടെ അലംഭാവത്തോടുകൂടിയാണ്.
ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ 1 തിമോത്തിയോസ് 6:6 നിങ്ങൾക്കറിയാം, നമ്മളെപ്പോഴും വായിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു പോകാം. 1 തിമോത്തി 6:6 അവിടെ എഴുതിയേക്കുന്ന അലംഭാവത്തോടുകൂടിയുള്ള ക്രിസ്തീയ ജീവിതം വളരെ അല്ലെങ്കിൽ പ്രയോജനം ചെയ്യും. അവിടെ ഒക്കെ ഇംഗ്ലീഷ് ബൈബിളും POC ബൈബിൾ പ്രത്യേകിച്ച് ആ തിമോത്തിയോസിൻ്റെ ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന സംതൃപ്തിയോടുകൂടിയുള്ള ക്രിസ്തീയ ജീവിതം. അതുതന്നെ അർത്ഥം. നമുക്ക് പെട്ടെന്ന് ഈ കാലഘട്ടത്തിലെ മലയാളം യൂസേജിൽ അലംഭാവം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു ശ്രദ്ധയില്ലാത്ത അലംഭാവത്തോടുകൂടി. ആ മുറിയൊക്കെ കണ്ടില്ലേ? അതുകൊണ്ട് ഇതൊരു പക്ഷേ പഴയ യൂസേജിൽ അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. കാര്യം നല്ല പണ്ഡിതരും ട്രാൻസ്ലേറ്റേഴ്സും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ അലംഭാവം എന്ന് കേൾക്കുമ്പോൾ അവിടെ വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് സംതൃപ്തി എന്നൊന്ന് എഴുതി വെച്ചോ, കുഴപ്പമില്ല. കാരണം വെറുതെ കെയർലെസ് ആയിട്ട് ജീവിക്കുക എന്നല്ല എൻ്റെ അർത്ഥം. അലംഭാവത്തോടുകൂടിയുള്ള ക്രിസ്തീയ ജീവിതം വളരെ ആദായകം എന്ന് തിമോത്തിയോസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഇവിടെ അലംഭാവത്തോടുകൂടി ഇരിക്കുവാൻ എന്ന് വെച്ചാൽ സംതൃപ്തിയോടുകൂടി ഇരിക്കുവാൻ കർത്താവ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. എത്ര ദൈവമക്കൾക്ക് അതേ മക്കളെ സംതൃപ്തിയില്ലാതെ, കർത്താവ് നടത്തുന്നതിൽ സംതൃപ്തിയില്ലാതെ, ഇസ്രായേൽ ജനം മരുഭൂമി യാത്രയിൽ പെറുപെറുത്തിട്ട് ദൈവത്തിൻ്റെ അടി വാങ്ങിച്ച പോലെ അടി വാങ്ങിക്കാൻ വേണ്ടി അവർക്ക് ദൈവം തന്ന ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോന്ന് എണ്ണി പറയാം. ഒന്ന് തിരിഞ്ഞു നോക്കി. അതിനൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നവരാരെങ്കിലും ഇന്നിൽ പകൽക്കാലം ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കംപ്ലൈൻറ്റ് പറച്ചിൽ നിർത്താം. നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. വെറുതെ ഒന്നും തന്നിട്ടില്ല. തന്നതൊന്നും മോശവുമല്ല, ഓർത്തോണം. തന്നതൊക്കെ ദൈവം തന്നതായതുകൊണ്ട് എന്തുവാണ്? ഇപ്പോഴും ചിലർക്ക് കൺഫ്യൂഷനാണ്. ശ്രേഷ്ഠമാണേ. രാജാവ് തന്നത് എന്തുവാ? ഇറ്റ് ഈസ് റോയൽ. കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചാണ് തരുന്നത്. അതുകൊണ്ട് നമ്മുടെ കണ്ണ് വെച്ച് നോക്കുമ്പോൾ ആ കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ്സ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മുടെ കണ്ണിന് തിമിരമുള്ളതുകൊണ്ടാണ്. അപ്പം ആ മൂടുപടമൊക്കെ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് പൗലോസിന് മേൽ വന്നപ്പോഴാണ് തൻ്റെ കണ്ണിലെ തിമിരം ഒന്ന് പോയത്. അതുകൊണ്ട് ആദ്യം നമ്മുടെ കണ്ണിലെ തിമിരവും മൂടുപടവും ഒക്കെ ഒന്ന് പോയാൽ അത് ക്രിസ്തുവിലെ മാറത്തുള്ളൂ എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഈ തിമിരം എങ്ങനെ മാറത്തുള്ളൂ? മൂടുപടം ക്രിസ്തുവിലെ മാറത്തുള്ളൂ. മോശയുടെ പ്രമാണത്തിൽ, ന്യായപ്രമാണത്തിൽ, പഴയ നിയമത്തിൽ ഈ തിമിരം മാറത്തില്ല. കാര്യം അവിടെ മുഴുവനും ഈ ഭൗമിക നന്മ ഒത്തിരി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ അത് എടുത്തെഴുതിയിരിക്കുന്നത്. മോശയുടെ പ്രമാണത്തിൽ മൂടുപടം മാറത്തില്ല. കൊരിന്ത്യലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഈ മൂടുപടം മാറുന്നത് ഇറ്റ് ഓൺലി ബൈ ക്രൈസ്റ്റ്. ദിസ് വെയിൽ വിൽ ബി ടേക്കൺ അവേ ബൈ ക്രൈസ്റ്റ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിൽ സ്തോത്രം വീണ്ടും ജന്മം പ്രാപിക്കും പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ അവിടെ ദൈവം തന്നതെല്ലാം ശ്രേഷ്ഠമാണെങ്കിൽ എത്ര സന്തോഷത്തോടെ ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത്. എന്നാൽ സമാധാനം നിങ്ങൾക്ക് കിട്ടും, എന്നാൽ സന്തോഷം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സ്വർഗീയ സന്തോഷവും സമാധാനവും ഇങ്ങനെ അങ്ങോട്ട് ആശീർവദിച്ചാൽ കിട്ടുന്നതല്ല, ജീവിതം ക്രമീകരണം പ്രാപിക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് നമ്മളോട് വായിക്കുന്നത്. 12ാമത്തെ വാക്യം വീണ്ടും. സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എല്ലാം കർത്താവ് കൃപ കൊടുത്തതുകൊണ്ടാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞ് എന്നിൽ കൂടെ അല്ലാതെ നിനക്ക് ഒന്നും ലഭിക്കത്തില്ല. അപ്പോൾ ഒരാൾക്ക് അതിന് കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ലഭിച്ചത്? സാധാരണ മനുഷ്യർക്ക് അങ്ങനെ ആ കൃപയില്ല. അവർക്ക് പണത്തിൻ്റെ അബൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇച്ചിരി സന്തോഷം വരത്തുള്ളൂ. അത് പിന്നെയും വേറൊരാൾ എന്നേക്കാൾ പണമുള്ള ഒരാൾ കാണുമ്പോൾ അവർ സന്തോഷം പോകും, അത്രയോ. അപ്പോൾ എന്നേക്കാൾ കൂടിയതൊരു സാധനവും ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം പോയി. ഞാൻ ഉപയോഗിക്കുന്ന ആ സാധനവും എനിക്ക് പിന്നെ സന്തോഷമില്ല. അത് വെറും ഒരു ദുരാത്മാവിൻ്റെ സ്വഭാവമാണ്, പിശാചിൻ്റെ സ്വഭാവമാണ്. പരിശുദ്ധാത്മാവുള്ള ഒരാളുടെ സ്വഭാവം എങ്ങനെയാണ്? ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ എല്ലാ അവസ്ഥയിലും സന്തുഷ്ടനായി തീരുവാൻ, എല്ലാ അവസ്ഥയിലും കർത്താവ് പറയുന്ന ഭാഗം ഞാൻ പലപ്പോഴും എന്നിൽ കൂടെ അല്ലാതെ നിനക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ കർത്താവിൽ കൂടി കിട്ടിയ കൃപയാണ്. ഇപ്പം ജയിലിൽ കിടക്കുക, ചങ്ങലയിലാണ്, ആഹാരം വേണ്ട പോലെ കിട്ടുന്നുണ്ടോ, തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, വേദനയാണോ, കൈ പഴുത്തിരിക്കുവാണോ, കാല് പഴുത്തിരിക്കുവാണോ, ആമത്തിലാണ്, ചങ്ങലയിലാണ്, ഇതൊന്നും തനിക്ക് വിഷയമല്ല. ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനമുള്ളത് കൊണ്ട് ഏതവസ്ഥയിലും പെറുപെറുക്കാതെ സന്തുഷ്ടനായി തീരുക. ഇത്രയും വർഷം ശുശ്രൂഷ ചെയ്തിട്ട് പലരും പലരെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയും വർഷം ശുശ്രൂഷ ചെയ്ത മനുഷ്യനല്ലേ, ആ മനുഷ്യൻ്റെ ലാസ്റ്റ് ഇങ്ങനെ ആയിപ്പോയി, ആ കുടുംബത്തിൻ്റെ അവസാനം കണ്ടില്ല, ഇത്രയും വർഷം ശുശ്രൂഷ ചെയ്തൊരു കുടുംബമല്ലേ എന്നൊക്കെ പറയും. ഇതൊന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇതാരാ തീരുമാനിക്കുന്നത്? സ്വർഗമാ തീരുമാനിക്കുന്നത്. ഇത്രയും വെളിപ്പാടിൻ്റെ ആധിക്യമുള്ള അപ്പോസ്തലനെ ഇങ്ങനെ തല കുനിച്ചു വെച്ചിട്ട് ആൾക്കാരുടെ മുമ്പിൽ നിന്ദിതനായിട്ടൊരു ക്രിമിനലിനെ കൊല്ലുന്ന പോലെ വാള് വെച്ച് എന്ത് ചെയ്തു? തല വെട്ടിക്കൊന്നു. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു. യോഹന്നാനെ തിളച്ച എണ്ണയിലൊക്കെ ഇട്ടു. താൻ മരിച്ചില്ല, പിന്നെ പത്മോസിൽ കൊണ്ടിട്ടു.
അപ്പം ഓരോരുത്തരെ എങ്ങനെ നിന്ദിതരായിട്ടാണ്. കടലിൽ മരിച്ചവരെ കടലിൽ വലിച്ചെറിഞ്ഞു, ഒരു നല്ല അടക്കവും കിട്ടിയില്ല. ഇപ്പോഴും ദൈവമക്കൾക്ക് ഈ നല്ല അടക്കം എത്ര പേരാ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നറിയാം. എന്തുവാണ് ഈ നല്ല അടക്കം? അപ്പോസ്തലന്മാർക്കും കർത്താവിന് ക്രൂശിങ്കൽ കർത്താവിനെ നഗ്നനാക്കി അല്ലേ. അപ്പോൾ അവരൊക്കെ നിന്ന് അനുഭവിച്ച കർത്താവിന് വേണ്ടിയും സത്യത്തിന് വേണ്ടി പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി നിന്നതുകൊണ്ട്. അതുകൊണ്ട് ഈ നല്ല അടക്കം എന്ന് പറയുന്നവർ കർത്താവിനെ അല്ല പിൻപറ്റുന്നതെന്ന് ഓർത്തോണം. അടക്കം എങ്ങനെയാണെന്നല്ല വിഷയം, ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിച്ചതെന്നാണ് വിഷയം. ഓർത്തോണം. സോ ആദ്യം നമ്മൾ കോൺസെൻട്രേറ്റ് ഓൺ ദീസ് തിങ്സ്. വചനം സത്യം മനസ്സിലാകുമ്പോൾ അടക്കം ഇനി എത്ര ശ്രേഷ്ഠമാണെങ്കിലും അതിന് എത്ര കാര്യങ്ങൾ ചെയ്താലും ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ വിശ്വസ്തനായെങ്കിൽ മാത്രമേ തേജസ്സുള്ള ശരീരം പ്രാപിച്ച് ജീവകിരീടം പ്രാപിച്ച് കർത്താവിനോട് ചേരുവാൻ കഴിയത്തുള്ളൂ. നമ്മളെല്ലാം ഇത് ദൈവമക്കളുടെ പല യൂസേജ് വർഷങ്ങളായിട്ട് ഞങ്ങൾ കേൾക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എല്ലാ അവസ്ഥയിലും ഈ ജയിലിലും സന്തുഷ്ടനായി തീരുവാൻ. നമ്മുടെ മലയാളം ബൈബിൾ അലംഭാവും. ഞാനതൊന്നുകൂടെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ സംതൃപ്തിയോടുകൂടി ഇരിക്കുവാൻ ഞാനെപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യം. ആ ഭാഗങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് കുറച്ച് നേരമൊക്കെ നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ കാണിക്കാൻ, ചിരിച്ചോണ്ട് ഇങ്ങനെ കാണിക്കാൻ. സന്തോഷം എൻ്റെ ഉള്ളിലുണ്ടെന്ന് നിങ്ങളെ കാണിക്കുക. ഞാൻ ലോകത്തെ മുഴുവൻ ഇങ്ങനെ കാണിക്കാൻ. എൻ്റെ ഈ മസിൽസ് കുറച്ച് കഴിഞ്ഞ് വേദനിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇത് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ മസിൽ പിടിക്കുന്ന പോലെ ഇരിക്കും കുറച്ച് നേരം നിങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ. പക്ഷേ സന്തോഷം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലുണ്ടല്ലോ, ഏത് വ്യക്തി എപ്പോൾ നോക്കിയാലും ആ പ്രസാദം, ആ തേജസ് എൻ്റെ മുഖത്ത് കാണാം. അല്ലാതെ ഞാൻ ഡ്രാമ കളിച്ച് കുറച്ച് നേരം സന്തോഷം കാണാം, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ദീർഘശ്വാസം വിടുന്നതൊക്കെ എൻ്റെ ഉള്ളിലെ ഭാരം, ടെൻഷൻ നിമിത്തമാണെങ്കിൽ സ്തോത്രം. ഇവിടെ എങ്ങനെയാണ് സന്തോഷം പ്രാപിക്കേണ്ടത്? എങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഏതവസ്ഥയിലും സന്തുഷ്ടനായി തീരുവാൻ, സംതൃപ്തിയോടുകൂടിയായി തീരുവാൻ നമുക്ക് കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ അളവ് അതിനി ഒരു ദൈവദാസനിലാണെങ്കിലും ഒരു വിശ്വാസിയിലാണെങ്കിലും അത് ആരിലാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അളവ് കുറയുമ്പോൾ അവന് പിന്നെ ഒന്നിനും സന്തോഷമില്ല, ഒന്നിനും സംതൃപ്തിയില്ല. അവരെ പോലൊക്കെ എനിക്കും വേണം. പിന്നെ ആഗ്രഹങ്ങളാ, ദുരാഗ്രഹങ്ങളാ, അത്യാഗ്രഹങ്ങളാ, ഹാലലൂയ, എല്ലാത്തിനും കംപ്ലൈൻറ്റാ. 13-ാമത്തെ വാക്യം. ഈ ഗ്രീഡി ഹാർട്ട്, ഈ അത്യാഗ്രഹ ഹൃദയമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സഭയോട് പറയുക, കർത്താവിൻ്റെ വിളി അനുസരിച്ച് നിൽക്കണം എന്ന് മേളിൽ നമ്മൾ കണ്ടല്ലോ. അതൊക്കെ കഴിയും. എങ്ങനെ കഴിയും? ഈ താഴ്ചയിലും കഷ്ടതയിലും വേദനയിലും നിങ്ങളൊക്കെ എന്നെ നിന്ദിച്ചില്ല എന്ന് പറയുവാൻ തൻ്റെ ശരീരത്തിലെ ആ മുള്ള് എന്താണേലും ആ വേദനയിലും അത് കഴിഞ്ഞിട്ടൊക്കെ താൻ വീണ്ടും വീണ്ടും ബലഹീനനായി ശരീരത്തിൽ അതിൻ്റെ ഒക്കെ ഇവിടെ ഇന്ന് എല്ലാവരും എക്സ്ക്യൂസ് പറഞ്ഞ് ക്ഷീണമാണ്. അത്രയും കിലോമീറ്റർ ഓടിച്ച് വരുമ്പോൾ ഈ പ്രായമുള്ളവരും വരുന്നതിൻ്റെ കാരണം എന്നാ? പ്രൈസ് ലോർഡ്. പക്ഷേ കൈക്കൊക്കെ ക്ഷീണമുണ്ടെങ്കിൽ അതൊരു മനസ്സതേ മക്കളെ. പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്നതുകൊണ്ടാണ്. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. അതില്ലാത്ത നമ്മുടെ പ്രായമുള്ളവരും ചെറുപ്പക്കാരും എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കാം. അതേ നമുക്ക് പറ്റൂ. കർത്താവിന് മാത്രമേ ഈ മനസ്സ് കൊടുക്കാൻ പാസ്റ്ററിന് പറ്റൂ. പാസ്റ്ററിനെ എൻകറേജ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അല്ലല്ല, മനസ്സും ബലമൊക്കെ നമ്മൾ എവിടെ നിന്ന് ഏറ്റെടുക്കേണ്ടത്? ദൈവത്തിൽ നിന്ന് ഏറ്റെടുക്കട്ടെ. കർത്താവ് ആരും ക്ഷീണിച്ച് പോകാതിരിക്കട്ടെ. കുറേ നാൾ ക്ഷീണിച്ച് കെട്ടായിപ്പോവും. അങ്ങനെ ആകാതിരിക്കട്ടെ. അങ്ങനെ ഒത്തിരി പേര് കെട്ടായിപ്പോയി കൃപയിൽ നിന്ന് മാറിപ്പോകുന്നത് നമ്മൾ കാണുന്നതല്ലേ ശുശ്രൂഷയിൽ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും, കൊരിന്ത്യലേഖനത്തിലൊക്കെ നമുക്കറിയാം, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ അതേതാ ശക്തി? എൻ്റെ മേലുള്ള കൃപ നിനക്ക് മതിയെന്നാണ് പറഞ്ഞിട്ട് അത് നിൻ്റെ ബലഹീനതയിൽ നിന്നെ. അപ്പം ബലഹീനത കർത്താവിന് കേൾക്കണ്ട. കൂടുതൽ ബലഹീനതയുണ്ടോ നിനക്ക്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ കൃപ കർത്താവ് തരും. വാഗ്ദത്തമാണേ. ഇത് രാഷ്ട്രീയക്കാരുടെ വാക്ക് പോലല്ല, ഇത് യേശുവിൻ്റെ വാക്കാ. ഇറ്റ് ഈസ് എ പ്രോമിസ്. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിക്കുവാൻ ശക്തനാണ് വചനം പറയും. അപ്പം ഹല്ലേലൂയ. കൃപ ചോദിച്ചാൽ വേദനയിൽ, ബലഹീനതയിൽ, ക്ഷീണത്തിൽ, അതിന് ജ്ഞാനമായിക്കോട്ടെ, ശരീരത്തിൻ്റെ ബലമായിക്കോട്ടെ, ഏതൊരു കാര്യമായിക്കോട്ടെ, ഹല്ലേലൂയ, ശുശ്രൂഷയായിക്കോട്ടെ, എനിക്കൊരു ഏരിയയിൽ കുറവുണ്ടോ, കർത്താവെ കൃപ പകരണമേ എന്നൊരൊറ്റ വാക്ക് മതി. അതുകൊണ്ട് ഈ ദിവസങ്ങൾ കൂടുതൽ നമ്മൾ പറയേണ്ട ഒരു വാക്കാണ് കർത്താവെ കൃപ, കൃപ, കൃപ. നമുക്ക് പറ്റുന്നില്ലയോ? പറഞ്ഞോണ്ട് കടന്നോ. യേശു ക്രിസ്തുവിൻ്റെ കൃപ. ലെറ്റ് ദ ഗ്രേസ് ഓഫ് ജീസസ്, ഹല്ലേലൂയ, പ്രൈസ്, യേശുവിൻ്റെ കൃപ നമ്മുടെ മേൽ വരട്ടെ. ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു വാക്യം ഒന്ന് പെട്ടെന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. റോമൻസ് 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ
സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയും. അറിയാവുന്ന വാക്യമാ, ഞാനത് വായിക്കാൻ കാരണം എൻ്റെ അടുത്ത വാക്യത്തിന് വേണ്ടിയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ദൈവം വിളിച്ചവർക്ക് ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന ഓരോ, നമ്മളതിനെ വേദന എന്ന് പറയുന്നു, നമ്മളതിനെ ശോധന എന്ന് പറയുന്നു, നമ്മളതിനെ കഷ്ടങ്ങൾ എന്ന് പറയുന്നു. പരിശുദ്ധാത്മാവ്, ആത്മാവ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും? ഒരു വ്യക്തി വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മാവ് നമ്മളെ എങ്ങനെ നടത്തും? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. അത് ഓരോരുത്തരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ്, അങ്ങനെ ആ ഒരു അധ്യായമാണ് റോമാലേഖനം 8-ാം അധ്യായം. പരിശുദ്ധാത്മാവ് നിങ്ങളെ എങ്ങനെ നടത്തും, എങ്ങനെ സഹായിക്കും? ആ അധ്യായത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ദൈവമക്കളുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം എന്തുവാണ്? കഷ്ടത എന്തുവാണ്? വേദന എന്തുവാണ്? എൻ്റെ യേശു പറയുമ്പോൾ അത് നന്മയാണെന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ ലോകം പറഞ്ഞ നന്മ മാത്രമേ എന്ന് പറഞ്ഞ ഭൗതിക നന്മയല്ല. ഇത് നിലനിൽക്കുന്ന സ്വർഗത്തോളം നമ്മളെ കൊണ്ടെത്തിക്കുന്ന സന്തോഷം തരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹബക്കൂക്ക് പൗലോസ് സങ്കീർത്തനക്കാരനൊക്കെ പറഞ്ഞ് നമ്മൾ വായിച്ചില്ലേ? ഈ ലോകം തരുന്നത് എല്ലാത്തിനേക്കാൾ, എൻ്റെ ധാന്യവും വീഞ്ഞും വർദ്ധിക്കുന്നതിനേക്കാൾ സന്തോഷം ദൈവമേ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. എന്നെ മാൻപേട പോലും തുള്ളുമാറാക്കും എന്ന് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ആ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുമാർ സന്തോഷം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ തരും. ആ സന്തോഷമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ അടുത്ത വാക്യം കൂടെ റോമാലേഖനം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ താഴോട്ട് വരുമ്പോൾ അതിൻ്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ, മുന്നറിഞ്ഞവരെ എന്ത് ചെയ്യും? കർത്താവ് വിളിച്ചു, വേർതിരിച്ചു, കർത്താവ് പണിയുന്ന ആ ഒരു പണിയെ പറ്റി എഴുതി. അപ്പം ദൈവം മുന്നറിഞ്ഞവരെ, അല്ലെ മുൻ നിയമിച്ചവർക്കാണ് ജീവിതത്തിൽ ഇതുപോലുള്ള കഷ്ടതയും വേദനയും ഒക്കെ വരുന്നത്. അതിൻ്റെ മധ്യത്തിൽ നമുക്ക് ദൈവം സമാധാനവും തരും, സന്തോഷവും തരും. എന്തു വേണം? ഇതിൽ കൂടുതൽ എന്ത് വേണം? സ്വർഗീയ മന്ന തന്നിട്ട് പെറുപെറുത്ത സാധനങ്ങളാണ് ഇസ്രായേൽ മക്കൾ. അങ്ങനെ ചിലപ്പോഴൊക്കെ നമ്മൾ സ്വർഗീയ നടത്തിപ്പ്, സ്വർഗത്തിലെ ആഹാരം, സ്വർഗീയ ഭക്ഷണം നമുക്ക് തരുമ്പോഴും പെറുപെറുത്തു പോകുന്ന ഒരു ജഡത്തിലാണ് നമ്മൾ വസിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവ് മുൻ നിയമിച്ചവർ നമ്മുടെ ജീവിതത്തിൽ ഈ വേദനയെ കൂടെ അനേക ദൈവമക്കൾക്ക് ഒരു പ്രശ്നവുമില്ല, കഷ്ടതയുമില്ല, പോരാട്ടവും ഇല്ലാതിരിക്കുമ്പോൾ ഈ സാത്താൻ നമ്മളോട് മാത്രം പോരാട്ടം എന്നാണെന്നറിയാം. വി ആർ പ്രീഡെസ്റ്റിനേറ്റഡ്. നമ്മളെ സ്വർഗത്തിൽ പോകാൻ മുന്നമേ നിയമിച്ചിരിക്കുക. അത് നമുക്ക് ഷുവർട്ടി ഇല്ലെങ്കിലും, പെട്ടെന്ന് സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഷുവർട്ടി കുറവാണെങ്കിലും സാത്താൻ അറിയാം നിൻ്റെ മേൽ എന്തുണ്ട്. ഈ മുൻ നിയമനം, ഈ തെരഞ്ഞെടുപ്പുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളോട് പോരാട്ടമുണ്ടെങ്കിൽ പോരാട്ടം കൂടുതലുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ട്? അവരുടെ വിളി ശ്രേഷ്ഠമാണ്. തെരഞ്ഞെടുപ്പ്, ഈ മുൻ നിയമനം, സാത്താൻ അവരോടാണ് കാര്യം. യാക്കോബിൻ്റെ മറ്റേ മക്കളെക്കാൾ ആരോടാണ് പോരാട്ടം? യോസേഫിനോടാണ് പോരാട്ടം. ശുശ്രൂഷ ശ്രേഷ്ഠമാണ്. അവനെ ജയിലിടുന്നു, അവന് പാപത്തിന് വേണ്ടിയുള്ള ടെംപ്റ്റേഷൻ. ഒരു വലിയൊരു ധനികൻ്റെ, ഒരു പ്രഭുവിൻ്റെ ഭാര്യ അവനെ അങ്ങ് പ്രലോഭിപ്പിക്കുക. ജയിലിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ രീതിയിലാണ് അവനെ പൊട്ടക്കൻ സ്വന്തം സഹോദരന്മാർ ചാകട്ടെന്ന് വിചാരിച്ച് കുഴിയിലിടുന്നു, വിൽക്കുന്നു, എടുത്ത് പൊട്ടക്കിണറ്റിരുന്നെടുത്ത് അടിമകൾക്ക് വിൽക്കുന്നു. ചെന്നിടത്ത് മുഴുവൻ ഒരു സമാധാനം അനുഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ ഓർക്കുമെങ്കിലും പിന്നീട് അവനെ ദൈവം വെച്ച ശുശ്രൂഷയ്ക്കായിട്ട്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളതെല്ലാം ട്രെയിനിങ്ങാണ്. സ്തോത്രം. ആ ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി അതുകൊണ്ട് മുൻ നിയമിച്ചവർക്കാണ് ഈ ബലഹീനതയും ക്ഷീണവും പോരാട്ടവും ഒക്കെ വരുന്നത്. ഇനി അടുത്തത് 14-15 പെട്ടെന്ന് നമുക്ക് അധ്യായം പെട്ടെന്ന് വായിച്ചു. എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ, സുവിശേഷഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കെദോനിയയിൽ നിന്ന് പുറപ്പെട്ടാറേ. എങ്കിലും നിങ്ങൾ നിർത്തിയെങ്കിലും പിന്നീടും നിങ്ങൾ ആ സുവിശേഷ ഘോഷണത്തിൻ്റെ ചെലവുകളെ മീറ്റ് ചെയ്യുവാൻ ഉള്ള നിങ്ങളുടെ ഭൗമിക ആ കൂട്ടായ്മ, സ്തോത്രം, അതൊരു ഫെലോഷിപ്പാണ്. ആ ഫെലോഷിപ്പ് നിങ്ങൾ കാണിച്ചത് വളരെ നന്നായി എന്ന് നിങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ അടുത്ത് ആരംഭത്തിൽ ഞാൻ മക്കെദോനിയയിൽ നിന്ന് പുറപ്പെട്ടാറേ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഭാരമായി തീരാതിരുപ്പാൻ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് നിങ്ങളുടെ മധ്യത്തിൽ താമസിച്ചത് നിങ്ങൾ അറിയുന്നല്ലോ എന്ന് തെസ്സലോനിക്ക സഭയിലൊക്കെ പറയുന്നുണ്ട്. ആ താനാണ് ഇവിടെ ഹല്ലേലൂയ പറയുന്നത്. സ്തോത്രം. ഈ അയക്കുന്നത് എനിക്കല്ല, ഈ അയക്കുന്നത് ആർക്കാ? അനേകർ കഷ്ടതയെ കൂടി കടന്നു പോകുന്ന പുതിയതായിട്ട് വിശ്വാസം വന്ന ശുശ്രൂഷയുടെ ചെലവുകളുണ്ട്. അത് ഒരു കൂട്ടായ്മയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്നൊക്കെ പല പാസ്റ്റർമാരല്ലേ പല സഭകൾ കൺവെൻഷൻ പ്രസംഗിക്കുന്നവരും കൺവെൻഷൻ നടത്തുന്ന സംഘാടകരും ആ കൺവെൻഷന് പ്രസംഗിച്ച ദൈവദാസൻ തന്നെ ആ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന നാവിൽ നിന്ന് ആൾക്കാരെ പേടിപ്പിക്കുന്നതൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് കഴിഞ്ഞ നാളുകളൊക്കെ. അപ്പം ഇപ്പോഴത്തെ നാളെ അങ്ങനത്തെ കൺവെൻഷൻസൊക്കെ പോയിട്ടല്ലേ നമ്മൾ കണ്ടിട്ട്. സ്തോത്രം. നിങ്ങൾ പൈസ ഇട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വരുന്ന അവസരം അല്ലെങ്കിൽ ന്യായവിധി നിങ്ങളുടെ മേൽ വരും എന്നൊക്കെ ഇത് പേടിപ്പിച്ച് നിങ്ങളുടെ പേഴ്സിലിരിക്കേണ്ട ഇറക്കേണ്ട കാര്യമാണോ? അങ്ങനെ കൊടുത്തിട്ട് വല്ലോ കാര്യമുണ്ടോ? ഇനി കാശല്ല
എന്തും നമ്മൾ മനസ്സില്ലാതെ കർത്താവിന് വേണ്ടി നിർബന്ധത്താൽ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ ദൈവമക്കളെ? പ്രതിഫലം കിട്ടണമെങ്കിൽ, അത് ശുശ്രൂഷയായിട്ട് ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ, അതുകൊണ്ട് ബൈബിളിൻ്റെ അകത്തെല്ലാം സ്വമേധ അർപ്പണം എന്നായിരിക്കുന്നത് ഇല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ സന്തോഷത്തോട് ചെയ്യുവാൻ. 17-ാമത്തെ വാക്യം. എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നു. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ ലെറ്റ് യുവർ ബാൺസ് ബി ഫുൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. സദൃശവാക്യം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ കണക്കിലേക്ക് യെസ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കാൻ അധികാരമില്ലാഞ്ഞിട്ടല്ല, ഇത് തരേണ്ടത് എങ്ങനെയാണ്? സ്വമനസാല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ തന്ന് ചെയ്യുന്നത് മാത്രമേ ശുശ്രൂഷയ്ക്ക്, സുവിശേഷ വേലയ്ക്ക് പ്രയോജനമായി തീരത്തുള്ളൂ. 18. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കും. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി, ദൈവത്തിന്റെ പ്രസാദവും യാഗമായി എപ്പഫ്രോദിത്തോസിന്റെ കൈയാൽ ഞാൻ പരിഗ്രഹിക്കുന്നു. ഈ എപ്പഫ്രോദിത്തോസിനെ നമുക്കൊക്കെ അറിയാം. 1-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടതാ. മരണക്കിടക്കയിലായിരുന്നു. താൻ എഴുന്നേറ്റ് നിങ്ങളുടെ മധ്യത്തിൽ ഒരു വിക്ടറായിട്ടാണെങ്കിൽ ജയാളിയായിട്ടാണ് വരുന്നത്. അവനെ സ്വീകരിച്ചു കൊള്ളുവിൻ, സന്തോഷത്തോട് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വരുന്നത് ലേഖനവുമായിട്ടുമാണ്, അവൻ വരുന്നത് ഈ കളക്ഷനുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ പറഞ്ഞില്ലേ, വിശ്വസ്തരായ ദൈവദാസന്മാർ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാം. അത് കൊലോസ്യ ലേഖനം നമ്മൾ അടുത്ത ആഴ്ച പഠിക്കുമ്പോൾ അവിടെ ഒരു എപ്പഫ്രാസിനെ പറ്റി കാണാം. ഓരോ ദേശത്ത് ദൈവദാസന്മാർ, അഭിഷക്തർ ഈ കാര്യത്തിനൊക്കെ വിശ്വസ്തയോട് നിൽക്കുമ്പോൾ താൻ ജയിലിൽ കിടന്ന് എഴുതി ഫിലിപ്പിയ സഭയെ ബലപ്പെടുത്തി ഈ ലേഖനം നിർത്തുവാണ്. അതിൻ്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എല്ലാവരും ജയിലിൽ കിടക്കുക. പൗലോസും ജയിലിൽ കിടക്കുക. നമ്മളെ പിടിച്ച് ജയിലിലിട്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ നിരാശയോടുകൂടി ഒരു മൂലയ്ക്ക് പോയി ഇരുട്ടത്തങ്ങിയിരുന്നേനെ. പക്ഷേ ഇവിടെ പൗലോസ് നല്ല ശുശ്രൂഷ ചെയ്യുവാന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ച കണ്ടുപോലെ സന്തോഷിപ്പീൻ, പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ജയിലിനകത്ത് താൻ നിമിത്തം വലിയ സന്തോഷം, ജയിലിനകത്ത് താൻ നിമിത്തം വലിയ ശുശ്രൂഷകൾ നടക്കുന്നു, അനേകർക്ക് സൗഖ്യം ലഭിക്കുന്നു, അവിടെ പിശാച് വിട്ടുപോകുന്നു, അനേകർ രക്ഷയിലേക്ക് വിടുന്നു. അങ്ങനെ കൈസറിൻ്റെ അരമനയിലുള്ളവർ അവരെല്ലാം, ആ സ്റ്റാഫൊക്കെ എന്ത് ചെയ്തു? ഇപ്പം തന്നെ ഒരു അഭിഷക്തനായിട്ടാണ് കാണുന്നത്, തന്നെ ഒരു ക്രിമിനലായിട്ടല്ല കാണുന്നത്, ഒരു അഭിഷക്തനായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ കൈസർക്കുള്ളവർ ഒരാളുടെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ അവൻ എവിടെ കൊണ്ടിട്ടാലും, ജയിലിൽ കൊണ്ടിട്ടാലും ആ ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസന അവൽ നിന്ന് പരക്കും. നമ്മളൊക്കെ ജോലി ചെയ്യുകയും താമസിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് അതിനു വേണ്ടി കർത്താവിൻ്റെ കൃപ വേണം എന്ന് പറഞ്ഞാണ് 23-ാമത്തെ വാക്യം. ഞാൻ പറഞ്ഞല്ലോ, ഈ അധ്യായം തുടങ്ങുന്നത് എന്തുവാ? കർത്താവിൻ്റെ കൃപ. നമ്മൾ ഇടയ്ക്ക് നമ്മൾ പഠിച്ചപ്പോഴും നമ്മുടെ ബലഹീനതയിൽ നമ്മളെ ശക്തമാക്കുന്ന കർത്താവിൻ്റെ പിശാചിനെ ജയിക്കുവാൻ, പിശാചിൻ്റെ പദ്ധതി. അപ്പോൾ അവിടെ എല്ലാം യു നീഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ജ്ഞാനത്തോടുകൂടി നിൽക്കുവാൻ കർത്താവിൻ്റെ കൃപ, പരിജ്ഞാനത്തോടുകൂടി നിൽക്കുവാൻ കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ വചനപ്രകാരം വിശ്വസ്തയോട് നിൽക്കുവാൻ. ഞാൻ പറഞ്ഞ ഉപദേശ വിഷയത്തിന് വരെയും വേർപാട് പാലിച്ചോ. എല്ലാം ശരിയല്ല, എല്ലാം നല്ലതല്ല, എല്ലാ ഉപദേശവും എല്ലാ പ്രസംഗവും പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. ചിലതൊക്കെ ലോകത്തിൽ വലിയവനാക്കും, ലോകത്തോട് അടുപ്പിക്കുന്നതാണ്. ക്രിസ്തുവിനോട് അടുപ്പിക്കുന്ന ക്രൂശിൻ്റെ വചനം പൗലോസ് വ്യക്തമായി ഗലാത്യ സഭയോടൊക്കെ പറയുന്നില്ലേ? ആ ക്രൂശിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് ആരാണ് നിങ്ങളെ വന്ന് അപ്പോൾ അനേക ദൈവദാസന്മാർ പരിശുദ്ധാത്മാവ് പറഞ്ഞ പോലെ നായ്ക്കളായിത്തീരുന്നു, വിച്ഛേദനക്കാരായിത്തീരുന്നു. അവർ ഈവിൾ വർക്കേഴ്സ്, ഡിസീറ്റ്ഫുൾ വർക്കേഴ്സ്. അത് പൗലോസിന് മനസ്സിലായി. പക്ഷേ ഇപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ചിന്ത എല്ലാ പ്രസംഗവും ദൈവത്തിൽ നിന്ന്, എല്ലാത്തിനും ആമേൻ ഇവിടെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നടത്തിപ്പ്. ഇത് വിവേചിക്കുവാൻ കൃപ വേണം, വിശുദ്ധിയോട് നിൽക്കുവാൻ കൃപ വേണം. കർത്താവിൻ്റെ മണവാട്ടിയായി തീരുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. പെറുവെറുപ്പ് കൂടാതെ സന്തോഷത്തോടെ അതിന് കർത്താവിൻ്റെ കൃപ വേണം. ഇടയ്ക്കൊക്കെ നമ്മളെ മാനസികമായിട്ട് പിരിയിളക്കുന്ന സന്ദർഭങ്ങളുണ്ടാകാം. ഫിലിപ്പിയ സഭയിൽ നമ്മൾ 1-ാമത്തെ അധ്യായം തൊട്ട് വായിച്ചപ്പോൾ ഓരോ പ്രാക്ടിക്കൽ കാര്യങ്ങൾ വരും. കുടുംബ വിഷയങ്ങൾ, വെളിയിലുള്ളവരുമായിട്ടുള്ള വിഷയങ്ങൾ, സഭദേശത്ത് എങ്ങനെ നിൽക്കണം, അവിടെ ഒക്കെ ഒരു വ്യക്തത തന്നിട്ടാണ് വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. ലാസ്റ്റും പറയുന്നത് അതിനു വേണ്ടി കർത്താവിൻ്റെ കൃപ നിങ്ങളോട് ഇരിക്കുമാറാകട്ടെ. ദൈവമക്കളെ, നമ്മളോട് ഈ ദിവസങ്ങൾ കൂടുതൽ പോരാട്ടമുണ്ടെങ്കിൽ, പോരാട്ടം ഇല്ലെങ്കിൽ നിങ്ങളുടെ മേലുള്ള വിളി ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന പാത പരിശോധിക്കേണ്ടതായിരിക്കുന്നു. പോരാട്ടമുണ്ടെങ്കിൽ സ്തോത്ര വചനം പറയുന്നു, നിങ്ങൾ മുൻ നിയമിച്ചിരിക്കപ്പെട്ടിരിക്കുന്നു, യു ആർ പ്രീ ഡെസ്റ്റിനേറ്റഡ്. അതൊരു വലിയ തെരഞ്ഞെടുപ്പാണ് ദൈവമക്കളെ. ദൈവം അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നിങ്ങൾ